guys, welcome to my YouTube channel. This is Rudra Mahesh. അപ്പോൾ ഇത് എൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഓക്കെ, ദിസ് ഇസ് മൈ ഫസ്റ്റ് ലോങ് വീഡിയോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് Q&A ആണ്. നമ്മളിന്ന് Q&A ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ബിഗ്ഗസ്റ്റ് വിഷ്. എൻ്റെ ബിഗ്ഗസ്റ്റ് വിഷ് എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ എയിം തന്നെയാണ് എൻ്റെ ബിഗ്ഗസ്റ്റ് വിഷ്. അല്ലാതെ എനിക്ക് വേറൊരു വിഷ് അങ്ങനെ ഇല്ല, ഇതുവരെ ഇല്ല. വെക്കേഷനൊക്കെ അല്ലേ എന്താ പരിപാടി? ഇതൊക്കെ തന്നെയാണ് പരിപാടി. തിന്നുക, ഉറങ്ങുക, റീൽസ് എടുക്കുക, ഇതൊക്കെ തന്നെ പരിപാടി. സ്കൂളിൽ ഫേമസ് ആണോ? അങ്ങനെ എത്ര ഫേമസ് എന്നല്ല, ഒരാളടുത്ത് എൻ്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് അറിയായിരിക്കും. അങ്ങനെ അത്രയേ ഉള്ളൂ. ഗേൾസ് ആൻഡ് ബോയ്സിലുള്ള ഫസ്റ്റ് 3 ബെസ്റ്റ് ഫ്രണ്ട്സ്. ഗേൾസിലെന്ന് പറയുമ്പോഴത്തേക്ക് സ്കൂളിലാണെങ്കിൽ എനിക്കങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് അങ്ങനെ ഒരാളില്ല. ഉണ്ടെങ്കിൽ തന്നെ ഗേൾസിൽ നിരഞ്ജന, അഭിരാമി, ശ്രദ്ധ, ഇത്രയും പേരാണ് എൻ്റെ ഗേൾസിൽ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഈ ബോയ്സിലും ഇതേപോലെ തന്നെ ഇങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ ഒരാൾ എനിക്ക് ഇതുവരെ ഇല്ല. ബോയ്സിലും ഗേൾസിലും ഇങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരാളില്ല. അങ്ങനെ ബോയ്സിൽ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അങ്ങനെ ക്ലാസ്സിലുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അപ്പോൾ അതിൽ കൃഷവ്, ഹംദാൻ, എയ്ഡൻ, അങ്ങനെ ബോയ്സിൽ എൻ്റെ അടുത്ത് മിണ്ടുന്ന എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. അങ്ങനെ നിൻ്റെ ക്ലാസ്സിൽ വെറുക്കുന്ന ഒരു ഗേൾസ് ആൻഡ് ബോയ്സ്. ഗേൾസിലെന്ന് പറയുമ്പോൾ സഹ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. അവൾ ഞാനായിട്ട് അത്ര ഇതല്ല, അതുകൊണ്ടാണ്. പിന്നെ ബോയ്സിലെന്ന് പറയുമ്പോഴത്തേക്ക് ശ്രീനന്ദ്. ഞങ്ങൾ ഫ്രണ്ട്സാണ്, പക്ഷേ അടികൂടിയ ഞങ്ങൾ കീരിയും പോകും. അങ്ങനെ ചെറിയൊരു ഇഷ്യൂ. യുവർ ആൻഡ് യുവർ ഫാമിലി ഇൻട്രൊഡക്ഷൻ. എൻ്റെ ഫാമിലി ഇൻട്രൊഡക്ഷൻ. ഞാൻ രുദ്ര മഹേഷ്. എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയായിരിക്കും. ഞാൻ പഠിക്കുന്നത് ക്രൈസ്റ്റ് നഗറിലാണ്, 8th സ്റ്റാൻഡേർഡിലാണ്. എൻ്റെ ഹോബി ഞാൻ ഡാൻസ് ചെയ്യും, പിന്നെ വരയ്ക്കും, അങ്ങനെയാണ്. പിന്നെ എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ അനിയത്തിമാർ, എൻ്റെ അമ്മമ്മ, ഞങ്ങൾ ഇത്രയും പേരാണ് ഒരു ഫാമിലി എന്ന് പറയുന്നത്. അതിൽ അച്ഛൻ മഹേഷ്, അച്ഛൻ സിവിൽ എഞ്ചിനീയറാണ്, അമ്മ ഗ്രാഫിക് ഡിസൈനർ രജിത, പിന്നെ അനിയത്തി ജാൻകൃഷ്ണ MP, ആള് 1st സ്റ്റാൻഡേർഡ്, ഇനി 2nd സ്റ്റാൻഡേർഡിലേക്ക്. ധനകൃഷ്ണ MP, ആള് ഇനി UKG. ആൻഡ് അബൌട്ട് യുവർ ഫേവറേറ്റ് കസിൻ. എന്ന് പറയുമ്പോഴത്തേക്കും ശിവാനി. കാരണം എനിക്ക് 3 ഫേവറേറ്റ് കസിൻസ് ഉണ്ട്. അതിൽ മെയിൻ അട്രാക്ഷൻ കൂടുതലും ശിവാനിയോടാണ്. അപ്പം അവളോട് കുറച്ചും കൂടി അട്രാക്ഷൻ എനിക്കുണ്ട്. പിന്നെ ഫേവറേറ്റ് ഫുഡ് ആൻഡ് ഫുഡ് സ്പോട്ട്. എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ബിരിയാണിയെക്കാട്ടി കൂടുതൽ ഇഷ്ടം മന്തിയോടാണ്. അപ്പം മന്തി ആണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ്. അതിൽ ഇങ്ങനെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് അങ്ങനെ ഒരു സ്ഥലം ഇരിക്കണം. കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു സ്പോട്ട് കിട്ടിയാൽ അതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ട്. ഹോം ടൂർ ചെയ്യാം, പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ആകുമ്പോൾ ഞാൻ ചെയ്യാം, പറ്റുമെങ്കിൽ ചെയ്യാം. ഞാൻ ഉറപ്പ് തരുന്നില്ല, ചിലപ്പോൾ ചെയ്യും. കാരണം എൻ്റെ വീട് കൊടുക്കുന്ന അത്ര ചിലങ്കോലമായിട്ടാണ്. പറ്റുന്ന സമയം ഞാൻ ചെയ്യാം. അടുത്ത ദിവസം ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, കസിൻസിൻ്റെ പേര് പറയൂ. കസിൻസിൽ എനിക്ക് കൂടുതലും ഇഷ്ടം കസിൻസിൽ ശിവാനി, അമ്മ ചേച്ചി, മാളു ചേച്ചി, പാറു, ജാനി, തമ്പൂരു, അപ്പു, മിതു, അങ്ങനെ കുറേ പേരുണ്ട്. ചേട്ടൻ, വിച്ചേട്ടൻ, അങ്ങനെ കുറച്ച് പേരുണ്ട്. എനിക്ക് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ളവരുടെ പേര് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഗേൾസാണോ ബോയ്സാണോ? എനിക്ക് 2 ഭാഗത്തു നിന്നും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവർ 2 പേരും എനിക്ക് നല്ല ഹെൽപ്സാണ്. ഇന്ന ബോയ്സ് മാത്രം ഹെൽപ്പ് ചെയ്യും, ഗേൾസ് മാത്രം ഹെൽപ്പ് ചെയ്യും, അങ്ങനെ ഒരാളില്ല. കാരണം എനിക്ക് 2 പേരും നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കസിൻസിൽ കൂടുതൽ ഇഷ്ടം ആരോടാണ്? അഫ്കോഴ്സ് ശിവാനി. ഭയങ്കര ഇഷ്ടമല്ല, നല്ല കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അവളോടാണ്. ആ കസിൻ്റെ കൂടെയുള്ള വേഴ്സ്റ്റ് ആണ് ഗുഡ് സിറ്റുവേഷൻ. എനിക്ക് ഇതുവരെ അറിയില്ല. കാരണം അവളുള്ള എല്ലാ സമയവും എനിക്ക് വേഴ്സ്റ്റ് ആണോ ഗുഡ് ആണ്, അങ്ങനെയാണ്. അപ്പം ഗുഡ് സിറ്റുവേഷൻ അവൾ എൻ്റെ കൂടെയുള്ള എല്ലാ ടൈമും എനിക്ക് ഗുഡ് സിറ്റുവേഷൻ ആണ്.
സ്കൂളിലുള്ള വേസ്റ്റ് സിറ്റുവേഷൻ. അതേപോലെ തന്നെ സ്കൂളിൽ ഇങ്ങനെ വേസ്റ്റ് സിറ്റുവേഷൻ ഒന്നുമില്ല. എല്ലാ ടൈമും എനിക്ക് വേസ്റ്റും ആണ്, ചില സമയം ഗുഡും ആണ്. അങ്ങനെ എനിക്ക് സ്കൂളിൽ തന്നെ ഇങ്ങനെ വേസ്റ്റ് സിറ്റുവേഷൻ അങ്ങനെ ഇല്ല. ലാസ്റ്റ് കരഞ്ഞത് എപ്പോഴാണ്? ലാസ്റ്റ് ഞാൻ വേറെ കാര്യം പറഞ്ഞു, ഞാൻ അങ്ങനെ എപ്പോഴും കരയുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ അങ്ങനെ എപ്പോഴും കരയാറുമില്ല. അപ്പം ലാസ്റ്റ് കരഞ്ഞത് എന്തോ ഒരു കാര്യത്തിനാണ് ലാസ്റ്റ് കഴിഞ്ഞിരിക്കുന്നത്. എനിക്കത് സ്കൂളിൽ വെച്ചാണ് അവസാനമായിട്ട് ഞാൻ സ്കൂളിൽ വെച്ച് മാക്സിമം കരയാറില്ല. ലാസ്റ്റ് ഡേ ഞങ്ങളുടെ 7th സ്റ്റാൻഡേർഡിലെ ലാസ്റ്റ് ഞാൻ ചെറുതായിട്ട് കരഞ്ഞു. അത് തന്നെയാണ് ലാസ്റ്റ് കരഞ്ഞത്, അല്ലാതെ ഇതുവരെയും കരഞ്ഞില്ല. നടക്കാതെ പോയൊരു വിഷയം, എനിക്ക് നടക്കാതെ പോയൊരു വിഷയം എന്ന് പറയുമ്പോഴത്തേക്കും, അതായത് എനിക്കിപ്പോൾ യൂട്യൂബ് ചാനലുണ്ടല്ലോ, അപ്പം അത് ഞാൻ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, അതെൻ്റെ ഫേവറേറ്റ് കഥ ശിവാനി ദിയ അവൾക്കുണ്ട് യൂട്യൂബ് ചാനൽ, അപ്പോൾ അത് കണ്ടിട്ടാണ് എനിക്ക് യൂട്യൂബ് ചാനൽ വേണമെന്ന് ഞാൻ പറഞ്ഞത്. അച്ഛനും അമ്മയും പറഞ്ഞു ഓക്കെ. അപ്പോൾ കൂടുതലും എല്ലാവർക്കും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ്. അപ്പോൾ എനിക്ക് യൂട്യൂബ് അക്കൗണ്ടല്ലേ. അപ്പോൾ ശിവാനിക്ക് യൂട്യൂബും ഉണ്ട് ഇൻസ്റ്റഗ്രാമും ഉണ്ട്. അപ്പോൾ എനിക്ക് ആരെണ്ണം വേണമെന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് അമ്മ എടുത്ത് പറഞ്ഞു അമ്മ എനിക്ക് ഇൻസ്റ്റഗ്രാമും കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പം അമ്മയും അച്ഛനും ഒരേ സ്ഥലത്തിൽ പറഞ്ഞു ഏതെങ്കിലും ഒന്ന്, രണ്ടെണ്ണം കൂടെ പറ്റില്ല. കാരണം അതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഫോണിലാണ്. അപ്പോൾ എൻ്റെ ഫോണിൽ ഇൻസ്റ്റഗ്രാം ഇസ് നോട്ട് അലൗഡ്. ഓക്കെ, എൻ്റെ ഫോൺ ഫുൾ കൺട്രോൾഡാണ്. അച്ഛൻ്റെ അമ്മേൻ്റെ കയ്യിൽ ഫുൾ കൺട്രോൾഡാണ്. ഞാൻ ഫോണിൽ എന്ത് സെർച്ചോ അങ്ങനെ എന്ത് ചെയ്താലും ഓൺ ദി സെക്കൻഡ് അമ്മയുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും. അപ്പം എനിക്ക് അവരറിയാതെ അത് ചെയ്യാൻ പറ്റത്തില്ല. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങാനും പറ്റത്തില്ല. അവരറിഞ്ഞാണ് എനിക്ക് തുടങ്ങാനും പറ്റത്തുള്ളൂ. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വേണ്ട, ഏതെങ്കിലും ഒന്ന്. ഇപ്പം നീ ഇൻസ്റ്റഗ്രാം വേണമെങ്കിൽ നീ യൂട്യൂബ് ബ്ലോക്ക് ആണോ, യൂട്യൂബ് വേണമെങ്കിൽ നീ ഇൻസ്റ്റഗ്രാം ബ്ലോക്ക് ആക്കണോ ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ യൂട്യൂബ് മതി, കാരണം ഇൻസ്റ്റ എന്തായാലും എൻ്റെ ഫോണിലില്ല, അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ റിസ്ക് എടുക്കണ്ട. അങ്ങനെ എടുക്കണമെങ്കിൽ തന്നെ അച്ഛൻ്റെ ഫോണിലായിരിക്കണം ഞാൻ ഇൻസ്റ്റ എടുക്കേണ്ടത്. അച്ഛൻ ഡ്യൂട്ടിക്ക് പോയി പകൽ എനിക്ക് എപ്പോഴും കിട്ടണമെന്നില്ല, രാത്രിയായിരിക്കും കൂടുതൽ കിട്ടാറ്. അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ എനിക്ക് എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയെന്നിപ്പോൾ ഓക്കെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അച്ഛൻ്റെ ഫോണിൽ അച്ഛൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു യൂട്യൂബാണ് കുറച്ചും കൂടി നല്ല. ഇതാകുമ്പോൾ എൻ്റെ ഫോണിൽ 24 മണിക്കൂർ എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ കാണുമല്ലോ. അപ്പോൾ എന്തുകൊണ്ടും യൂട്യൂബാണ് നല്ലതെന്ന് ഞാൻ വിചാരിച്ചു. ഇൻസ്റ്റഗ്രാമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കസിൻസിൽ ഇഷ്ടമില്ലാത്ത ഒരാൾ, കസിൻസിൽ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. പക്ഷേ അതിൽ ഒരാൾ മാത്രം എന്താ പറയുക, അങ്ങനെ ഞങ്ങൾ കാണാറില്ല. ആൾ ഒരു +2 സ്റ്റുഡൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് ആൾ അങ്ങനെ അറിയില്ല, അങ്ങനെ ഞങ്ങൾ ചെയ്യാറില്ല. അപ്പം എനിക്ക് കൂടുതലും എല്ലാവരും ഇഷ്ടമാണ്. അതിൽ ചേട്ടനെ മാത്രം ഞങ്ങൾ അങ്ങനെ കാണാറില്ലാത്തതുകൊണ്ട്, ചേട്ടനായിട്ട് അത്ര അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ചേട്ടനെ ഞാൻ പറയുന്നു. ഇഷ്ടമാണ്, ഇഷ്ടമല്ലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് ചേട്ടൻ, അങ്ങനെ ഇഷ്ടമല്ല അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല. തീർച്ചയായിട്ടും ഓക്കെ. അപ്പോൾ ഇത്രയാണ് ടോട്ടൽ 18 ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ഞാനത് ഒരുമിച്ച് സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം. ഞാൻ ഇപ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് ഉടനെ ഇടില്ല, കാരണം നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ചിടാം, അതിൻ്റെ ഒരു വൈബുള്ളൂ. പിന്നെ 2 കൂടെ ഒരുമിച്ചിടാം. അപ്പോൾ ലവ് ആൻഡ് ബൈ.